മാക്സിമം റീസൈക്കിൾ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ബോഡി പവർ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടും പിന്നെ അതുകൊണ്ട് ബാറ്ററി റീചാർജ് ചെയ്യുന്നതുകൊണ്ടെല്ലാം ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുണ്ട്. പിന്നെ എമിഷൻസും കുറയ്ക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് തള്ളുന്നത് കുറയ്ക്കുകയെല്ലാം ചെയ്യുന്നത് മൊത്തത്തിലൊരു ഇക്കോ ഫ്രണ്ട്ലിനെസ് കീപ്പ് ചെയ്യാൻ ഇതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിൽ ഇപ്പം വേൾഡ് ഓവർ ഉള്ളത് തന്നെ ബ്ലൂ എഫിഷ്യൻസി എന്നുള്ള സിസ്റ്റം പല അവാർഡും എല്ലാം ലഭിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പം ഏതൊരു മാനുഫാക്ചേഴ്സിലുള്ള കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ബ്ലൂ എഫിഷ്യൻസി. മെർക്കിൽ സാധാരണ കണ്ടുവരുന്ന സിസ്റ്റമാണ് ഒരു ഇക്കോ ഫ്രണ്ട്ലിനെസ് കീപ്പ് ചെയ്യാന്നുള്ളത്. അത് അവർ റീസൈക്കിൾ ചെയ്തിട്ടാണെങ്കിലും പിന്നെ ബാക്കിയുള്ള ഹൈബ്രിഡ് മോഡൽസ് എല്ലാം കൊണ്ടുവന്നിട്ടാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലും കൊണ്ടുവരാൻ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ചതുകൊണ്ട് നമുക്ക് ഇന്ത്യനെ എത്രത്തോളം ഒരു സീരിയസ് ആയിട്ട് കാണുമെന്നുള്ള നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ടു കൺക്ലൂഡ്, ഈ ഒരു സി ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു നല്ലൊരു ഇംപ്രൂവ്മെന്റ്, ലാസ്റ്റ് മോഡലിൽ നിന്ന് നല്ലൊരു ഇംപ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മോഡലിലെല്ലാം തന്നെ ഒരു ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഇന്റീരിയർ വൈസ് ഇപ്പം ക്വാളിറ്റി വളരെ ഹൈ ആയിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് എന്തൂസിയാസം കുറവായിരുന്നു, അതും വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ അത് ഇംപ്രൂവ് ചെയ്തെങ്കിലും ആ ഒരു സോഫ്റ്റ് സസ്പെൻഷനിൽ കിട്ടുന്ന ഒരു കംഫർട്ട് ലെവൽ അത് നഷ്ടപ്പെടാതിരിക്കാനും കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഇറ്റ്സ് എ ഗുഡ് പാക്കേജ്. ഈവൻ ദോ ചില ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ മെർക്കിനുള്ള ഗാർണിഷിംഗ് ഇതിൽ മിസ്സിംഗ് ആയി തോന്നിയെങ്കിലും ഓൾടുഗദർ ന്യൂ സി ക്ലാസ് ഇസ് എ വെരി ഗുഡ് പാക്കേജ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ എന്ന് തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ വന്നതോട് കൂടിയിട്ട് ഒരു പെട്രോളിന്റെ ഒരു ഡ്രോബാക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഒരു ട്രെൻഡാണ് ഡീസൽ വെഹിക്കിൾസിന് മാത്രം ഒരു സെയിൽ കൂടുക എന്നുള്ളത്. അത് നമുക്ക് കുറെ കൂടി ഈ പെട്രോൾ കൊണ്ട് നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ CGI വേരിയന്റ് വന്നിട്ടുള്ളത്. A very cute sedan, അല്ലേ? അറിയപ്പെടുന്നത് ഇതിന്റെ പെട്രോളും ഡീസൽ വേരിയന്റ്സും അവൈലബിൾ ആണെന്നാണ്. Which is most popular in India? Yeah, in India the biggest market is always for a diesel vehicle. കാരണം ഇന്നിപ്പോൾ പെട്രോളിലെ ഡെവലപ്മെന്റ് നല്ലോണം നടന്നിട്ടുണ്ട്. പെട്രോൾ ഇപ്പം നമ്മളിന്ന് കണ്ട 200 CGI പെട്രോൾ വേരിയന്റിൽ വന്നെങ്കിലും ഇന്നിപ്പം മാർക്കറ്റ് ഷെയർ കൂടുതൽ ഡീസൽ വേരിയന്റിന് തന്നെയാണ്. അതിപ്പം ഈ ഒരു എൻട്രി ലെവൽ സിഡാൻ ആണെങ്കിലും പിന്നെ ഒരു എക്സിക്യൂട്ടീവ് സിഡാൻ, ഇനിയിപ്പോൾ സൂപ്പർ ലക്ഷറി സിഡാൻ ആണെങ്കിലും അത് ഏത് ബ്രാൻഡിൽ, ഈവൻ മെർസിഡീസ് അല്ലാതെ BMW ആവട്ടെ ഓഡി ആവട്ടെ ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ഡീസൽ വേരിയന്റ് ആണ് പോകുന്നത്. ഇതിന്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഒന്ന് നമ്മൾ ഒരു ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല, ശീലങ്ങൾ മാറ്റാൻ എടുക്കുന്ന സമയം. രണ്ടാമത് ഇന്ത്യയിലെ ട്രാവലിംഗ് ഡിസ്റ്റൻസ്, എസ്പെഷ്യലി സിറ്റി ടു സിറ്റി ട്രാവലിംഗ് എല്ലാം തന്നെ വളരെ ഹൈ ആണ്. തേർഡ് റീസൺ ഇസ് പെട്രോളിൽ നമ്മളെ ഫ്യൂൽ എഫിഷ്യൻസി കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ അടുത്തെല്ലാം മാരുതിയുടെ ഒരു ആഡ് കണ്ടിട്ടുണ്ടാവും. ഒരു യോട്ട് സെയിൽ ചെയ്യാൻ പോകുമ്പോഴും നമ്മളെ ഒരു കസ്റ്റമറുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ദ മൈലേജ് ദാറ്റ് ഗിവ്സ്, അതാണ് ഇന്ത്യൻസിന്റെ ഒരു കൺസ്ട്രെയിൻ. അത് വലിയൊരു കൺസ്ട്രെയിൻ തന്നെയാണ്. അതിന് ഡീസൽ വെഹിക്കിൾ ഈസ് ഓൾവേസ് സൂട്ടബിൾ ഫോർ ദ ഇന്ത്യൻ മാർക്കറ്റ്. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു വിൻ എക്സൈറ്റിംഗ് പ്രൈസസ്. ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിച്ച മെർസിഡീസ് ബെൻസ് C200 CGIയിലെ CGIയുടെ ഫുൾ ഫോം എന്താണ്? ഐ റിപ്പീറ്റ്, മെർസിഡീസ് ബെൻസ് C200 CGIയിലെ CGIയുടെ ഫുൾ ഫോം എന്താണ്? Email your answers to askflywheel@gmail.com. I hope that today's episode was a different experience for you. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട മെയിൽ വിലാസം ഫ്ലൈവീൽ, സൂര്യ TV, 2nd floor Heavenly Plaza, Civil Lane Road, Vadakala, Kakinad, Cochin 21. Email askflywheel@gmail.com. So, this is Sagar signing off. Until we meet next week, always be careful about the safety. Use your imagination.